കന്യാകുമാരി കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ തൂക്കമഹോത്സവം ഭക്തി നിർഭരമായി പുരോഗമിക്കുകയാണ്. 1200 കുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ വില്ലിൽ തൂക്ക വഴിപാട് നടത്തുന്നത്. രാവിലെ 6-ന് ആരംഭിച്ച ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. വിവരങ്ങളുമായി KP സുരേഷ് കുമാർ ചേരുന്നു. സുരേഷ്, തൂക്ക മഹോത്സവം ഭക്തിസാന്ദ്രമായി അതിൻ്റെ ആഘോഷ ചടങ്ങുകൾ പുരോഗമിച്ച് വരികയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള വില്ലിൽ തൂക്ക ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 1200 തൂക്കമാണ് ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ ക്ഷേത്ര തിരുസന്നിധിയിൽ നടക്കുന്നത്. ഇപ്പോൾ 157ാമത്തെ തൂക്കമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് പോലെ. അല്പസമയത്തിനകം തന്നെ ഈ തൂക്കം ആരംഭിച്ച് ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കും. 1200 തൂക്കക്കാരാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത്. വ്രതനിഷ്ഠയോടെ തന്നെയാണ് അവർ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തിരുനടയിൽ വില്ലിൽ തൂക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ രാവിലെ മുതൽ തന്നെ 6:30 മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിന് 7 ദിവസം മുമ്പ് തന്നെ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടെ ദേവീദാസന്മാരായിട്ട് അറിയപ്പെടുന്ന ഈ വില്ലിൽ തൂക്കക്കാരും ഇവിടെ 7 ദിവസമായി ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിഞ്ഞിരുന്നു. സന്താന ലബ്ധിക്കായി ദമ്പതികൾ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ വർഷം തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ സന്താന ലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവർ ഈ ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വില്ലിൽ തൂക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള ചടങ്ങുകളുണ്ട്. 23-ാം തീയതിയാണ് 10 നാൾ നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിന്, മീനഭരണി മഹോത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ തുടക്കമായത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭദ്രയും രുദ്രിയുമായി ദേവി 2 ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. 2 ക്ഷേത്രങ്ങളിലായിട്ടാണ് ഈ 2 ഭാവങ്ങളിൽ ഈ അമ്മ കുടികൊള്ളുന്നത് എന്നതാണ് ഈ കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നടക്കുന്ന ക്ഷേത്രം വെങ്ങഞ്ഞി ക്ഷേത്രമാണ്. വട്ടവട ക്ഷേത്രമാണ് ഇതിന്റെ മൂലസ്ഥാനം. പിന്നീട് ഈ 23-ാം തീയതി ഈ ക്ഷേത്രത്തിന്റെ ഒന്നാം ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളിപ്പ് ചടങ്ങ് ഘോഷയാത്രയോടെ തന്നെയാണ് ഈ അമ്മയെ ഈ വെങ്ങഞ്ഞി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് 10-ാം ദിവസമാണ് ഈ തൂക്കച്ചടങ്ങ് നടക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഉയരത്തിലുള്ള വണ്ടി എന്നാണ് ഈ പ്രദക്ഷിണത്തെ അറിയപ്പെടുന്നത്. ഈ വില്ലിൽ തൂങ്ങുന്ന പിള്ളത്തൂക്കം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പിള്ളത്തൂക്കത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട 1200 വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിഞ്ഞ ദേവീദാസന്മാരുണ്ട്. ഈ ദേവീദാസന്മാരാണ് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ വില്ലിൽ തൂങ്ങുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വില്ലിൽ തൂങ്ങുന്നത്. അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തർ എത്തിച്ചേരുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കന്യാകുമാരി ജില്ലയിലെ ഈ കൊല്ലങ്കോട് എന്നുള്ള ദേശം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ അധിവസിക്കുന്ന തമിഴ്നാടിന്റെ ഒരു ഭൂപ്രദേശമാണ് കൊല്ലങ്കോട്. മലയാളത്തിൻ്റെതായ ഒരു സംസ്കാരം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങും മലയാളം സംസാരിക്കുന്നവരെ തന്നെയാണ് നമുക്ക് അധികവും കാണാൻ സാധിക്കുന്നത്. മലയാണ്മയുടെ ഒരു സാംസ്കാരിക പൈതൃകം അടിമുടി പിന്തുടരുന്ന ഒരു ജനവിഭാഗമാണ് ഈ കൊല്ലങ്കോടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിലെ ഈ തൂക്ക മഹോത്സവത്തിനും അതിൻ്റെതായ ഒരു മഹിമയുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ ഒരു മഹാത്മ്യവുമായി ഈ ചടങ്ങിന്, ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ഈ ഭദ്രകാളിക്ക് ഈ അമ്മയ്ക്ക് ഭദ്രയും രുദ്രിയുമായി കഴിയുന്ന ഈ അമ്മയ്ക്ക് കൊടുങ്ങല്ലൂർ ദേവിയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കൊടുങ്ങല്ലൂർ ദേശത്തു നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ട ഒരു ബ്രാഹ്മണൻ കൊല്ലങ്കോട് വട്ടവിളയ്ക്ക് സമീപത്തുള്ള പുറക്കാൽ വീട്ടിലാണ് താമസിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. മടക്കയാത്രയിൽ
ഇവിടെ എത്തുകയും ദിവസേന പൂജിച്ചിരുന്ന സാളഗ്രാം വീട്ടിലെ കിണറിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കൊല്ലവംശത്തിൽപ്പെട്ട സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ ഈ സാളഗ്രാമം ലഭിക്കുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് ഈ സാളഗ്രാമത്തിന് ദിവ്യശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഭദ്രകാളിയുടെ സാന്നിധ്യമുണ്ടെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയുമായിരുന്നു. പിന്നീട് ഈ സാളഗ്രാമിന്റെ രണ്ട് ഭാഗങ്ങളും രണ്ട് ബിംബങ്ങളിലായി പതിക്കുകയും രണ്ട് ദാരുബിംബങ്ങൾ പണിത് പൂജ തുടങ്ങുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഈ കൊല്ല ജാതിയിൽപ്പെട്ടവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. കൊല്ല വംശത്തിൽപ്പെട്ട വാത്യമാരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണന്മാരാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇവിടെ മറ്റ് പ്രതിഷ്ഠകളുമുണ്ട്, ഗണപതി പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ അമ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് വാത്യമാർ അവിടെ ഈ കൊല്ല വംശത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജാതിക്കും മതത്തിനും അതീതമായ ഒരു ചരിത്രം കൂടി ഈ ക്ഷേത്ര ഐതിഹ്യത്തിനുണ്ട്, ഈ ക്ഷേത്ര പെരുമയ്ക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മലയാളവുമായിട്ട് കേരളവുമായിട്ട് ഈ ക്ഷേത്രത്തിന് അത്രത്തോളം അഭേദ്യമായ ബന്ധമുണ്ട്. എന്നാൽ ഇത് മലയാളികൾ കെങ്കേമമാക്കുന്ന ഒരു ഉത്സവം, തമിഴ്നാട്ടിലെ ഈ കൊല്ലംകോടുകാർ കെങ്കേമമാക്കുന്ന ഒരു ഉത്സവം എന്നതിലുപരിയായി ഇപ്പോൾ ഭാഷയ്ക്കും അതീതമായി ഭക്തസഹസ്രങ്ങളെല്ലാം ഒഴുകിയെത്തുന്ന ഒരു ഉത്സവം എന്ന വിശേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിലും അത് ഇന്ത്യയും കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് വരെ ഇതിൻ്റെ ഖ്യാതി എത്തിയെന്നാണ് സംഘാടകർ നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഈ തൂക്കത്തിന് രജിസ്റ്റർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഈ തൂക്കക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ ഈ അമ്മയുടെ അഭിഷ്ടവരദനായ അമ്മയുടെ അനുഗ്രഹം, അതിൻ്റെ സിദ്ധി ലഭിച്ച ഓരോരുത്തരും ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തി അമ്മയെ വണങ്ങി തൊഴുത് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ വർഷവും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജനസഹസ്രങ്ങളാണ് ഈ തീരദേശ ഗ്രാമമായ കൊല്ലംകോട് എത്തിയത്. തീരദേശ ഗ്രാമമായ കടലോര ഈ ഗ്രാമത്തിൽ മറ്റൊരു ജനസാഗരമായി ഇവിടെ ഭക്തർ ഉൾത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാണാൻ സാധിക്കും 158ാമത്തെ തൂക്കമാണ് ഈ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കടന്നു പോകുന്നത്. അത്രത്തോളം 158 എന്ന് പറയുമ്പോൾ ഏകദേശം 1200ഓളമാണ് മൊത്തം തൂക്കമുള്ളത്. ഇനിയും അത്രത്തോളം നൂറുകണക്കിന് തൂക്കക്കാരുണ്ട്, തൂക്ക അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വലം വെക്കാൻ തന്നെ ഏകദേശം 2 മിനിറ്റോളം എടുക്കുന്നു. അതിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട സമയമുണ്ട്. അതൊക്കെ ആ സമയ ക്രമീകരണങ്ങൾ അനുസരിച്ച് കൃത്യമായി പോകുന്നുണ്ടെങ്കിലും നാളെ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ പുലർച്ചയോടെ ഈ ചടങ്ങ്, ഈ തൂക്കച്ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഗുരുസിയാണ്. ഈ ഗുരുസി കഴിഞ്ഞാൽ പിന്നീട് ഈ അമ്മയെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വട്ടവള ക്ഷേത്രത്തിൽ നിന്നാണ് ഈ വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് അമ്മയെ എഴുന്നള്ളിച്ചത്. പിന്നീട് ഈ അമ്മ തിരിച്ച് ഈ വട്ടവള ക്ഷേത്രത്തിലേക്ക് തന്നെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. അത്യാർഭാടപൂർവ്വം, അത്യാഘോഷപൂർവ്വമായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി വളരെ ശാന്തസ്വരൂപത്തോടെ അമ്മയെ യാത്രയാക്കുന്ന ഒരു ചടങ്ങാണ്. കാരണം അത്രത്തോളം സംതൃപ്തിയോടെ, ആത്മനിർവൃതിയോടെ അമ്മ തന്റെ മൂലസ്ഥാനത്തേക്ക് തിരികെ പോകുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഘോഷയാത്രയിൽ അത്രത്തോളം ഗരിമയുണ്ടാകില്ല, പെരുമയുണ്ടാകില്ല, അത്രത്തോളം ആർഭാടമുണ്ടാകില്ല. ആ പെരുമ കാത്തുകൊണ്ട്, ആ പാരമ്പര്യം കാത്തുകൊണ്ട്, ആചാരത്തിൻ്റെതായ എല്ലാ സവിശേഷതയും കാത്തുകൊണ്ടുള്ള ഒരു ചടങ്ങായിരിക്കും നാളെ ഉണ്ടാവുക. നാളെ പുലർച്ചെ വരെ ഈ ചടങ്ങ്, ഈ വില്ലിൽ തൂക്ക ചടങ്ങ് നീണ്ടു നിൽക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ വരെ തന്നെ വലിയ ജനസാഗരമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാവുക. തമിഴ്നാട് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. അത് ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായി കഴിഞ്ഞാലും രണ്ട് സംസ്ഥാനങ്ങളും യോജിച്ചുകൊണ്ട് ഇവിടെ ഭക്തർക്ക് എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷങ്ങളായി, കാലാകാലങ്ങളായി തുടരുന്ന ഒരു ആചാരം തന്നെയാണിത്. ഈ കൊല്ലംകോട് തൂക്കത്തിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരി ജില്ലയിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള അപാലവൃദ്ധം ജനത ഈ ഒരു അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഇപ്പോൾ ഈ
നിരവധി കുഞ്ഞുങ്ങളാണ്, നിരവധി അമ്മമാരാണ്, നിരവധി മാതാപിതാക്കളാണ് ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഈ തൂക്കച്ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അമ്മയും കുഞ്ഞും നമ്മോടൊപ്പം ചേരുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് തൂക്കം നടത്തിയോ? കഴിഞ്ഞായിരുന്നു. എന്തായിരുന്നു ഒരു അനുഭവം? വളരെ നന്നായിരുന്നു. നമ്മൾ നേർച്ചയായിരുന്നു കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്കും കൊടുത്തിരുന്നത്. ഭയങ്കര അനുഭവമാണ്. 7 ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞ് ഭയങ്കര നല്ല അനുഭവമാണ് തന്നത്. കുഞ്ഞ് ജനിക്കണതിന് മുന്നേ നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ തന്നെയാണ് നേർച്ച തൂക്കം നടത്തിയത്. ഭയങ്കര സന്തോഷം. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഈ ദേവിദാസന്മാരിങ്ങനെ ഉയരത്തിലാകുമ്പോൾ പേടി തോന്നിയിരുന്നോ മനസ്സിൽ? ഇല്ല, ദേവിയിൽ വിശ്വസിച്ചിരുന്നു. ദേവി രക്ഷിച്ചോളും. അത്രത്തോളം അമ്മയുടെ വിശ്വാസമുണ്ടല്ലേ? അമ്മ തന്നെ കുട്ടിയാണ്, അമ്മ കാക്കും എന്നുള്ളൊരു വിശ്വാസമാണല്ലേ? അമ്മ ഉറക്കം കാക്കും. അമ്മയിൽ വിശ്വാസമുണ്ട്. അമ്മ രക്ഷിക്കും. നന്ദി. അത് തന്നെയാണ് അമ്മ തന്ന കുരുന്നാണ്, അമ്മ തന്ന കുഞ്ഞാണ്. അമ്മയുടെ അനുഗ്രഹമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ കുഞ്ഞിനെ, ഈ ഒരു സന്താന സൗഭാഗ്യത്തെ തന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മ എല്ലാ തരത്തിലും കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും, അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ആ ഒരു ധൈര്യം, അത് തന്നെയാണ് ഈ ഭക്തസഹസ്രങ്ങൾക്കെല്ലാം ഉള്ളത്. അഭിഷ്ടവരദായിനിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് കൊല്ലങ്കോട് അമ്മ. എന്ത് ചോദിച്ചാലും തരുന്ന ഒരു അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലങ്കോടുകാർ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായി കഴിഞ്ഞാലും ഈ 10 ദിവസം, പ്രത്യേകിച്ച് ഈ തൂക്ക മഹോത്സവത്തിന്റെ ദിവസം ഇവിടത്തേക്ക് എത്തും. അവർ ഈ ദേശീയ ഉത്സവത്തിന്റെ, ഈ ദേശ മഹോത്സവത്തിന്റെ ഭാഗമാകും. അത്രത്തോളം അമ്മയിൽ വിശ്വാസമാണ് അവർക്ക്. അവിടെ നേരത്തെ ഇതിന്റെ സംഘാടകരിൽ, ഇതിന്റെ ഭാരവാഹികളിൽ ഒരാൾ സൂചിപ്പിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായിട്ടാണ് ഈ ഭക്തർ ഒഴുകിയെത്തുന്നത്. ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസികളാണ് എത്തുന്നതെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മറ്റു മതസ്ഥരും ഇവിടെ അനുഗ്രഹം തേടിയെത്തുന്നു. കാരണം അവർക്കൊക്കെയും പറയാൻ അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ച അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അവർ അനുഭവങ്ങൾ പങ്കുവെക്കുകയും കേട്ടവർ, അറിഞ്ഞവർ ഈ അനുഗ്രഹം തേടി എത്തുകയും ചെയ്യുന്ന ചേതോഹരമായ കാഴ്ച, മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത്. സനാതന ധർമ്മത്തിന്റെ ഒരു മഹോത്സവം എന്ന് തന്നെ നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് തമിഴ്നാടിലാണ്, കന്യാകുമാരിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സനാതനധർമ്മത്തിന്റെ ആ ഒരു മഹാത്മ്യവും സനാതനധർമ്മത്തിന്റെ ആ ഒരു ഉദ്ഘോഷവും ഈ മഹോത്സവം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവിടെ അമ്മയുടെ തിരുസന്നിധിയിൽ, കൊല്ലങ്കോട് അമ്മയുടെ മഹാത്മ്യം പേറുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ, ഈ വെങ്കഞ്ഞി ക്ഷേത്രത്തിന്റെ, വട്ടവിള ക്ഷേത്രത്തിൽ നിന്നും ഈ അമ്മയെ ഈ തിരുനടയിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് ഇവിടെ ആരൂഢ സ്ഥാനത്തിരുത്തിക്കൊണ്ടുള്ള ഈ മഹോത്സവത്തിൽ ഈ ദേശത്തിന്റെ എല്ലാ മക്കളും ഒരുപോലെ പങ്കെടുക്കുന്നു. അത് മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ഉത്സവത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭാഗമാവുകയാണ് അവർ ഇവിടെ ഈ തേര് വിളിക്കുന്ന, ഈ വില്ല് വിളിക്കുന്നത് അവർ തന്നെയാണ്. ഈ വില്ലിന് വേണ്ടിയിട്ടുള്ള ഈ ദേവീദാസന്മാരെ കുഞ്ഞുങ്ങളെ തൂക്കുന്നത് അവർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ, അത് ഭക്ഷണ ക്രമീകരണങ്ങളായി കഴിഞ്ഞാലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ദേശത്തിൻ്റെ മഹോത്സവമാണ് ഈ കൊല്ലങ്കോട് ഉത്സവം എന്ന് പറയാൻ സാധിക്കുന്നത്. അത് ദേശക്കാർ അഭിമാനത്തോടെ പറയുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് പഠിക്കുകയാണ്. അവരുടെ ദേശത്തും ഇത്തരത്തിലുള്ള മഹോത്സവം കൊണ്ടാടാൻ വേണ്ടി മനസ്സിനെ പോലും പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് മാതൃകയാവുകയാണ് ഈ ദേശത്തിൻ്റെ ഓരോ ആൾക്കാരും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും സവിശേഷതയാർന്ന കാര്യം. ദേവീദാസന്മാർ വ്രതാനുഷ്ഠാനങ്ങളോടെ ഈ ചടങ്ങുകളുടെ ഭാഗമാവുകയും അവർ വില്ലിൽ തൂക്കത്തിൽ പങ്കെടുക്കുകയും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വില്ലിൽ തൂങ്ങുകയും ചെയ്യുന്ന മനോഹരമായ ഭക്തിനിർഭരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 160ാമത്തെ വണ്ടിയാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത്. 160ാമത്തെ ഈ വില്ലിൽ തൂക്കമിത ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭക്തിനിർഭരമായ ചടങ്ങുകളുടെ
ദൃശ്യങ്ങൾ അത് ആത്മനിർവൃതിയുടെ അനുഷ്ഠാനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പെരുമയുടെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി പ്രവർത്തകൻ നമ്മുടെ ഒപ്പം ചേരുകയാണ്. പോലും നിരവധി അനവധി ആൾക്കാരാണ് ഒഴുകിയെത്തിയത്. എന്താണ് ഈ ഒരു പറയാനുള്ളത്? കൊല്ലങ്കോട് പ്രദേശികൾക്ക് ഇതൊരു വലിയ ഒരു ഉത്സവമാണ്. ഇതിൽ കഴിഞ്ഞ ഒന്നുമില്ല. അമ്മയ്ക്ക് വേണ്ടി ദാസിയായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. കൊല്ലങ്കോട്ട് ദാസികൾ ഈ 10 ദിവസവും ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. മാതൃസമിതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? നല്ല രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ തന്നെയാണ് എല്ലാ തുകക്കാരും കുഞ്ഞുങ്ങളുമായി ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെയാണ് ഇവിടെ എത്തുന്ന എല്ലാവരും മടങ്ങിപ്പോകുന്നത് അല്ലേ? അതെ, ആർക്കും ഇവിടെ വരുന്ന ആർക്കും ഒരു പരാതി പറയാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവരെ ഒരു തൊഴിൽ കാര്യത്തിലായാലും അന്നദാനത്തിലായാലും ഏത് കാര്യത്തിലും ഞങ്ങൾ അവരോട് സഹകരിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്നവർ ഇവിടെ എത്തുന്ന ആൾക്കാരുടെ എണ്ണം, ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അല്ലേ? 100 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഒരു പ്രാവശ്യത്തിനേക്കാൾ ഇന്നൊരു പ്രാവശ്യം അതിൻ്റെ 10 മടങ്ങ് ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ വർഷം കഴിയുന്തോറും ഈ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് മാതൃസമിതിയുടെ പ്രവർത്തനമായി കഴിഞ്ഞാലും ഇവിടെ ഈ നാടിൻ്റെ ഓരോ ആൾക്കാരുടെ പ്രവർത്തനമായി കഴിഞ്ഞാലും മാതൃകാപരമാണ്, ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. വിവിധ വകുപ്പുകളുണ്ട്. ഈ ദേവസ്വത്തിൻ്റെ സംഘാടകരുടെ ആ ഒരു നിർദ്ദേശം ശിരസാവഹിക്കാൻ സ്ത്രീകളുടേതായ പ്രത്യേക വിഭാഗമുണ്ട്, അത് യുവാക്കളുടേതായ വിഭാഗമുണ്ട്, കുട്ടികളുടേതായ വിഭാഗമുണ്ട്. അങ്ങനെ തരംതിരിച്ചുകൊണ്ട് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ജോലിയും കൃത്യമായി അവർ നിർവഹിക്കുന്നു. അങ്ങനെ യാതൊരുവിധ പരാതിക്കും ഇവിടെ എത്തുന്ന ഏതൊരു വ്യക്തി കഴിഞ്ഞാലും, അത് ഈ കൊല്ലങ്കോട് നിവാസിയായി കഴിഞ്ഞാലും, തമിഴ്നാടിൻ്റെ മറ്റേത് ഭാഗത്ത് നിന്നാൾ കഴിഞ്ഞാലും, കേരളത്തിൻ്റെ മറ്റേത് ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും, മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭാഗത്തായി കഴിഞ്ഞാലും അവർക്കൊരിക്കലും ഒരു പരാതിയും ഉണ്ടാവില്ല. ഈ കൊല്ലങ്കോട് എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ തരത്തിലുള്ള ഒരു സഹകരണമുണ്ട്. ഇവിടെ നമ്മൾ കൊല്ലങ്കോടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കിലോമീറ്ററുകൾക്ക് തന്നെ മുമ്പ് തന്നെ കമാനങ്ങൾ കാണാം. അവിടെ ജലവിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിവിധ സംഘടനകളുണ്ട്, ആഹാരം വിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആതിഥേയത്വത്തിൻ്റെ അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു അപ്തവാക്യം ശിരസാവഹിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃക നമുക്ക് കൊല്ലങ്കോട് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പുകൾപ്പെട്ട കൊല്ലങ്കോടിൻ്റെ ഒരു മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 169ാമത് വില്ലിൽ തൂക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ട്, വലം വെച്ചുകൊണ്ട് 161ാമത്തെ വില്ലിൽ തൂക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തസഹസ്രങ്ങളാണ് ഇവിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ, രാവിലെ 6:30 ഈ ചടങ്ങ് തുടങ്ങിയത്. അത് മുതൽ തന്നെ ആ ആൾക്കാരായിരുന്നു. ഇപ്പോൾ അപാലവൃത്തം ആൾക്കാർ ഒഴുകിയെത്തുന്ന കാഴ്ച. കത്തുന്ന വെയിലാണ്, കത്തുന്ന ചൂടാണ്. ഈ കത്തുന്ന ഉരുകിയൊലിക്കുന്ന വെയിലിലും അതൊക്കെയും അവഗണിച്ചുകൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് അമ്മയുടെ അനുഗ്രഹം തേടി അപാലവൃതം ജനങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോൾ വെയിൽ താണുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു വേളയിൽ അതിലധികം ആൾക്കാരാണ് ഇവിടത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ നായർ നമ്മോടൊപ്പം ചേരുകയാണ്.
ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, അത്രത്തോളം മഹത്തരമുള്ള ഒരു അമ്മയുടെ സന്നിധി. അവിടെ ഒരാൾക്കും ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, എല്ലാവരും അമ്മയെ കണ്ട് വണങ്ങുകയാണ്. ദേവസ്വം ഇതിനൊരു സാരഥി എന്ന രീതിയിൽ ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? ഈ ലക്ഷക്കണക്കിന് നേർച്ചക്കാര് ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയത് മുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നേർച്ച നടക്കുന്നു, മടങ്ങിപ്പോകുന്നു. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ദേവസ്വത്തിൻ്റെ നിർവാഹക സമിതിയെ ചെയ്യാമെന്നുള്ള പരമാവധി സഹായം ചെയ്തിട്ടുണ്ട്. ഈ 10 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന അന്നദാനം, ഉത്സവത്തോടെ അന്നദാനം ഉദ്ദേശം ഒരു 7000 മുതൽ 10000 ആളുകൾക്ക് വരെ ഡെയിലി അന്നദാനം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു പറയേണ്ട, ഇന്നത്തെ അന്നദാനം ഒരു മുസ്ലിം സഹോദരനാണ് ചെയ്യുന്നത്. കൂടാതെ ഈ ഫലസിദ്ധി ശ്രമിച്ച പല ആളുകളുമാണ് ഈ പ്രധാനമായിട്ടും ഈ നേർച്ചകൾക്ക്, പ്രത്യേകിച്ചും തൂക്കം, സന്തതികളില്ലാതെ ദമ്പതികൾക്ക് സന്തതി ഭാഗ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയും, അതേപോലെ തന്നെ ഇഷ്ടസന്തതി ലബ്ധിക്ക് വേണ്ടിയും, അതേപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും, കുട്ടികളുടെ വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഈ തൂക്ക നേർച്ച നടത്തുന്നത് പതിവാണ്. ഫലസിദ്ധി കിട്ടിയ പല ആളുകളും മറ്റുള്ളവരോട് പറയുകയും അതനുസരിച്ച് വർഷം തോറും ഈ ഇവിടുത്തെ നേർച്ചയ്ക്ക് ഗണ്യമായ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പിന്നെ ജാതി മതഭേദമന്യേ ഇവിടെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും അതൊരു പ്രത്യേകതയാണ്. 1936 നവംബർ 12-ാം തീയതിയാണ് മഹാരാജാ ട്രാവൻകൂറിൻ്റെ ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടായത്. അതിനു മുമ്പേയും ഈ ക്ഷേത്രത്തിലെ സർവ്വജാതി മതങ്ങളിൽപ്പെട്ട ആളുകളും നേർച്ച നടത്തുകയും പങ്കെടുക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇപ്പോൾ ഈ നേർച്ച തൂക്ക ചടങ്ങ് പൂർണ്ണമാകാൻ പുലർച്ചെയാകും. കാരണം ഇപ്പൊ 162ാമത്തെ തൂക്കമാണ് നടക്കുന്നത്. ഇനി അതിനുശേഷമുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ തൂക്ക നേർച്ച കംപ്ലീറ്റ് ആയതിനു ശേഷം നാളെ രാവിലെ വെളുപ്പിൽ ഇതിനെ കുരിശി നടത്തും. കുരിശ് നടത്തിയതിന് ശേഷം ഈ അമ്പലത്തിൽ നിന്നും മൂലക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതാണ് പതിവ്. അതേപോലെ ആചാരം അനുസരിച്ച് ഇത്തവണയും അത് നടക്കുമെന്നുള്ളതാണ്. അതായത് ഈ ദേവിയെ വടവിള ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി ചടങ്ങിന് ശേഷം തിരികെ ആ മൂലക്ഷേത്രത്തിലേക്ക് ദേവിയെ കൊണ്ടുപോകും. സാധാരണ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇൻസ്റ്റാൾഡ് ഐഡിയലല്ല നമുക്കുള്ളത്. ഇത് ഇവിടുത്തെ ഐഡിയലിനെ നമ്മൾ മുടി എന്നാണ് പറയുന്നത്. മുടി എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിന് മറ്റേ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ബിംബം ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ ഉത്സവത്തിന് മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഉത്സവ പറമ്പാണിത്. അതല്ല, മൂലക്ഷേത്രവും ഡെയിലി പൂജയും നടക്കുന്നത്, ദിനംപ്രതി പൂജയും നടക്കുന്നത് മൂലക്ഷേത്രത്തിലാണ്. അങ്ങനെ അമ്മയുടെ 2 ഭാവങ്ങളുണ്ട് അല്ലേ? ഭദ്രയും രുദ്രയും. അതേപോലെ തന്നെ ആ ഭാവങ്ങൾക്ക് അടിസ്ഥാനമായ 2 ക്ഷേത്രങ്ങളും അല്ലേ? അതെ, അതായത് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ 2 ബിംബങ്ങളുണ്ട്. രുദ്ര എന്നും ഭദ്ര എന്നും പറയും. രുദ്ര എന്ന് പറയുന്നത് ഒരു ഭീകര രൂപമാണെന്ന് പറയാം. ഭദ്ര എന്ന് പറയുന്നത് എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വാസമുള്ള വിളിച്ചാൽ വിളികേട്ടുന്ന അമ്മയാണെന്നാണ് ഇവിടെ സാധാരണ നാട്ടുകാരും ഇതിലെ ഭക്തജനങ്ങളും പറയുന്നത്. അല്ല, അനുഭവസ്ഥരാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്നവർ ഇവിടത്തേക്ക് എത്തുന്ന ഭക്തരുടെ ഈ എല്ലാ വർഷവും ഇവിടുത്തെ നേർച്ചകൾക്ക് ഗണ്യമായ വർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെന്ന് യാതൊരു സംശയവുമില്ല. ഈ കൊല്ലവും മറ്റെല്ലാ നേർച്ചകളിലും ഗണ്യമായ വർധനം ഉണ്ടായിട്ടുണ്ട്. കാവടി നടന്നു. അതിഗംഭീരമായ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാവടി. അതേപോലെ അരയർ സമുദായം കൂടെ ഒരു കാവടി നേർച്ച ഉണ്ടായിരിക്കും. അത് ഇന്നലെ നടക്കുകയുണ്ടായി. അത് വളരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇതായിരുന്നു, ഘോഷയാത്രയായിരുന്നു അവരുടേത്. അത് അവരുടെ ആ സമുദായത്തിൻ്റെ ആളുകളുടെ ചെലവിൽ അവർ നടത്തുന്ന ഒരു ഘോഷയാത്രയും കാവടി കെട്ടുമാണ്. അതായത് എല്ലാ സമുദായങ്ങളും ഈ ഒരു ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് കൊല്ല വംശത്തിൽപ്പെട്ടവരാണ് ഇതിൻ്റെ ഈ ആചാരപ്രകാരം അല്ലെങ്കിൽ ഇത് ആവർത്തിച്ച് വരുന്ന പാരമ്പര്യമായി ആവർത്തിച്ച് വരുന്നത് ഇവിടെ കൊല്ല
സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പൂജാരികന്മാർ. അതായത് ഈ ക്ഷേത്രത്തിലെ സാളഗ്രാം അടക്കം ചെയ്തിട്ടുള്ള ഈ ബിംബത്തിൽ സാളഗ്രാം അടക്കം ചെയ്തിട്ടുണ്ട്. ഈ സാളഗ്രാം വന്നിട്ട് പുറക്കാൽ കിണറെന്നുള്ള ഒരു കിണറ്റിൽ നിന്ന് ഒരു കൊല്ലശ്രീക്ക് കിട്ടിയെന്നും ആ കൊല്ലശ്രീ അതിനെ വെട്ടിയപ്പം രക്തമുണ്ടായെന്നും അതിനുശേഷം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിനെ നിലനിർത്തിയെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് പണ്ടത്തെ ആചാരപ്രകാരം ഈ കൊല്ലന്മാരാണ് ഇപ്പോഴും ഇവിടുത്തെ പൂജാരികളായി തുടരുന്നത്. ആ പാരമ്പര്യം നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ മറ്റ് പ്രത്യേക അവസരങ്ങളിൽ ഇപ്പോൾ ഭരണി ദിവസങ്ങളിൽ എല്ലാ മാസവും ഭരണി ദിവസങ്ങളിൽ പൂജയ്ക്ക് വേണ്ടി ബ്രാഹ്മണനാണ് പൂജിക്കുന്നത്. അതേപോലെ തന്നെ തൂക്കം കൊടിയേറ്റുന്ന ദിവസം, ഉത്സവം കൊടിയേറ്റുന്ന ദിവസം ബ്രാഹ്മൺ പൂജ ചെയ്യുന്നു. അതേപോലെ തന്നെ 10-ാം ഉദയത്തിന് ഉടനെ നടക്കുന്ന പൊങ്കാലയുണ്ട്. ആ പൊങ്കാലയ്ക്ക് നേതൃത്വം നടത്തുന്ന അന്നത്തെ പൂജ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ബ്രാഹ്മിൻസ്. ശരി, താങ്ക് യു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ സംഘാടകർ പറഞ്ഞതുപോലെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഒരു സ്ഥാനം, ആരുടെ സ്ഥാനം തന്നെയാണ് ഈ കൊല്ലങ്കോടിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ജാതിക്കും മതത്തിനും അതീതമായിട്ട് അഭിഷ്ടവരദാനായ അമ്മയുടെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞാണ് ഓരോരുത്തരും ഈ സന്നിധിയിലേക്ക്, ഈ സവിധത്തേക്ക് എത്തുന്നത്. അത് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാലും മുതിർന്നവരായി കഴിഞ്ഞാലും എല്ലാ തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാലും, അതേ പണ്ഡിതനെന്നോ പാമ്പരനെന്നോ സമ്പന്നനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഈ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നാൽ, അമ്മയെ വണങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒന്നാണ്, ഒരുപോലെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ഈ ക്ഷേത്രത്തിലൂടെ, 2 ക്ഷേത്രങ്ങളുണ്ട്, മുലസ്ഥാനം, ഉത്സവസ്ഥാനം, അങ്ങനെ 2 ക്ഷേത്ര ആരൂഢ രീതികളുണ്ട്, ആരാധനാ രീതികളുണ്ട്. ഭദ്രയാണ്, രുദ്രയാണ്, അങ്ങനെ 2 ഭാവങ്ങളുണ്ട്. ഈ ക്ഷേത്രം ഉത്സവ ക്ഷേത്രം. ഈ 10 ദിവസമാണ് ഈ ക്ഷേത്രം ഇത്രത്തോളം സജീവമാവുക. മറ്റ് ദിവസങ്ങളിൽ വട്ടവിള ക്ഷേത്രമാണ്. വട്ടവിള ക്ഷേത്രം ഇപ്പോൾ നട അടച്ചിട്ടാണുള്ളത്. കാരണം ദേവി ഇവിടത്തേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. ഈ കാണുന്ന പച്ചപ്പന്തലിലാണ് ഇന്ന് ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത്. ഈ തൂക്കം, വില്ലിൽ തൂക്കം നടക്കുന്ന ചടങ്ങിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ പച്ചപ്പന്തലുള്ളത്. ഈ പച്ചപ്പന്തലിൽ ഇരുന്നു കൊണ്ട് അമ്മ ഈ നേർച്ചത്തൂക്കം കാണുന്നു എന്നാണ് വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് എല്ലാവരെയും ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിക്കുന്നതും. ഈ പിള്ളത്തൂക്കം കഴിഞ്ഞ ഉടനെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മാതാപിതാക്കൾ ഈ അമ്മയ്ക്ക് മുന്നിലേക്ക് പോകുന്നു, അനുഗ്രഹങ്ങൾ തേടുന്നു. അവരെന്താണോ ആഗ്രഹിച്ചത്, അവരെന്താണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായി കൊണ്ടു നടന്നത്, അതിൻ്റെ അഭിഷ്ടസിദ്ധിയുടെ ആ ഒരു സന്തോഷത്തോടെ തന്നെയാണ്, ആത്മസമർപ്പണത്തോടെ തന്നെയാണ് അവരെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. വില്ലിത്തൂക്കം കഴിഞ്ഞ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഈ ക്ഷേത്രത്തിൽ അമ്മയെ വണങ്ങി മറ്റ് ഉപദേവതകളെയും വണങ്ങി അവർ തിരിച്ചു പോവുകയാണ്. നിരവധി കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളുമാണ് ഇപ്പോഴും ഈ വില്ലിത്തൂക്കത്തിൽ തങ്ങളുടെ ഊഴം കാത്ത് ഇവിടെ കഴിയുന്നത്. 163-ാമത്തെ തൂക്കമാണ്. 1200 തൂക്കമാണ് ഈ ക്ഷേത്രത്തിൻ്റെ വഴിപാടിൻ്റെ ഭാഗമായി, ഈ നേർച്ചത്തൂക്കത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അതിലേറ്റവും പ്രത്യേകത, ഈ തൂക്കത്തിൻ്റെ കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി തൂക്ക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൂക്കത്തിൻ്റെ 4 ദേവീ തൂക്കം, 1166 പിള്ളത്തൂക്കം, 30 സ്പെയർ തൂക്കം, 300 വണ്ടി, അങ്ങനെ 1200 തൂക്കം എന്നുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ക്രമം വരുന്നത്. ആ ക്രമത്തിനനുസരിച്ച് തന്നെയാണ് ഈ തൂക്കത്തിൻ്റെ ഓരോ ചടങ്ങുകളും പുരോഗമിക്കുന്നത്. ഈ തൂക്കത്തിൻ്റെ ഈ ചടങ്ങുകളൊക്കെയും ഇപ്പോൾ നമ്മളിപ്പം നേർച്ചക്കാൾ, ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന അമ്മ നമ്മോടൊപ്പം ശരിയാണ്. ചടങ്ങിന് കഴിഞ്ഞു. എത്രത്തോളം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയുടെ നടയിൽ ഈ തൂക്ക നേർച്ച നടത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും ഒരേ മനസ്സോടെ പങ്കുവയ്ക്കാനുള്ളത്.
അവരിലേക്ക് നമുക്ക് തിരികെ എത്താം. കാരണം ഈ ചടങ്ങ് നടക്കുകയാണ്, അതിൻ്റെ സമയബന്ധിതമായി ഈ ചടങ്ങ് നടക്കേണ്ടതുണ്ട്. തന്നെ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും സംഘാടകർ അതിൻ്റെതായ നിഷ്ഠയോടെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിശ്ചയിച്ച പ്രകാരം തന്നെ ആ ഒരു സമയക്രമത്തിൽ തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഭക്തിനിർഭരമായി ഈ ചടങ്ങിനെ പരിസമാപ്തി കുറിക്കേണ്ടതുണ്ട്. ഈ നേർച്ചത്തൂക്കം ഇതാ പ്രദക്ഷിണം വയ്ക്കുകയാണ്. ഈ അമ്മയുടെ തിരുസന്നിധിയെ, ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത്. ഇനിയും നിരവധി തൂക്കം ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ തൂക്കക്കാരുണ്ട്. തൂക്കക്കാരൊക്കെയും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ദേവിദാസന്മാർ അടുത്ത തൂക്കത്തിന് വേണ്ടിയിട്ടുള്ള ഊഴം കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആ കുടുംബം വീണ്ടും നമ്മോടൊപ്പം ശരിയാണ്. വളരെ സന്തോഷമാണ്. ഈ അമ്മയുടെ നടയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടും. ഭയങ്കര സന്തോഷമുണ്ട്. എവിടെന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെ വീട്. അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനെ വേണം. അങ്ങനെ ആ ഒരു അനുഗ്രഹത്തിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ തൂക്കത്തിന് വന്നത്. അമ്മയുടെ പ്രാർത്ഥനയോട് കുഞ്ഞുങ്ങൾ കിട്ടി. അതുകൊണ്ട് ഈ തൂക്കം നേർച്ച നടത്തും. ഈയുടെ അമ്മയുടെ സന്നിധിയിൽ ഈ അമ്മയ്ക്ക് മുന്നിൽ ഈ നേർച്ച തൂക്കിയപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? വളരെയധികം സന്തോഷം. അത് പോയിട്ട് അമ്മയുടെ നടയിൽ കുഞ്ഞിനെ അങ്ങനെ ഒരു നേർച്ച നടത്താന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. പിന്നെ കുഞ്ഞിച്ചിരി കരഞ്ഞു, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ കുഴപ്പമില്ല, വളരെ സന്തോഷം. ഓക്കെ. ഇവിടെ നമ്മള് ദൃശ്യത്തിൽ കണ്ട പോലെ അത്രത്തോളം സന്തോഷമാണ്, അത്രത്തോളം ആ ഒരു ആത്മനിർവൃതിയിലാണ് ആ മാതാപിതാക്കൾ. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു സന്തോഷമാണ് ആ ഒരു സന്താന ലബ്ധി. ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്താന ലബ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഈ തൂക്ക നേർച്ച, ഈ വഴിപാട് നടത്താം എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു അമ്മയുടെ സന്നിധിയിലേക്ക് അവർ വന്നത്. ഇങ്ങനെ 1100-ലധികം മാതാപിതാക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ സന്നിധിയിലേക്ക് വന്നത്, ഈ തൂക്ക നേർച്ചയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. ആ ഉഴങ്കാത്തിലിരിക്കുന്നവർ പുലർച്ചെ വരെ ഉറക്കമൊഴിച്ചാണ് ഈ തങ്ങളുടെ ഊഴത്തിന് വേണ്ടി, തങ്ങളുടെ അമ്മയുടെ